ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഇടപെടലുണ്ടെങ്കിൽ സബ്സിഡി കൊടുക്കുകയോ പ്രോത്സാഹനം കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും. ആദ്യകാലങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന കാഡ്ബറി എന്നൊക്കെ പറയുന്ന കമ്പനിയാണ് ഈ കൊക്കോ കൃഷി ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ അവരത് നന്നായിട്ട് മുതലെടുത്തു. അവരാ മാർക്കറ്റ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് തോന്നുന്ന വിലയ്ക്ക് വാങ്ങിച്ച് അവർ ധാരാളം പണം ഉണ്ടാക്കി. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരായി ആരും കാണില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ ചോക്ലേറ്റിന് ആവശ്യമായ കൊക്കോ കൃഷി ചെയ്യുന്ന കർഷകരെ പറ്റി നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. മറ്റെല്ലാ കർഷകരെയും പോലെ തന്നെയാണ് ഇവരും. നിലവിൽ കടുത്ത പ്രതിസന്ധിയിലുമാണ്. വിലസ്ഥിരതയില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഏതാണ്ട് 2000 ആണ്ട് മുതൽ ഹൈറേഞ്ചിലെ കർഷകരെ പട്ടിണി മാറ്റിയൊരു കാർഷിക വിളയായിരുന്നു കൊക്കോ. പിന്നെ അത് കഴിഞ്ഞ് കാലികമായിട്ട് ഇതിന്റെ തൊഴിൽ, കൂലി, വളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വന്നെങ്കിലും ഇതിന് വിലയൊന്നും കൂടിയില്ല. ഈ കാണുന്ന രാജാക്കാട്, പന്നിയാർകൂട്ടി മേഖലകളിൽ കൊക്കോ മാത്രം വിളഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവസ്ഥ മൊത്തം മാറി. ഇന്ന് ഈ കാണുന്ന പോലെ ഈ കൊക്കോ മരങ്ങളൊക്കെ തന്നെ വെട്ടി മാറ്റിയതിനു ശേഷം ഏലം അല്ലെങ്കിൽ കാപ്പി പോലെയുള്ള മറ്റ് വിളകൾ വെച്ചുപിടിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. സ്ഥലം പന്നിയാർകുട്ടി എന്ന് പറയുന്ന രാജാക്കാടിന്റെ സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരു 70% കൃഷിയിടങ്ങളും കൊക്കോ കൊണ്ട് നിറഞ്ഞിരുന്നതാണ്. ഇപ്പം ഒരു 10% കൊക്കോ ഇല്ല. എല്ലാവരും ഏലം കൃഷിയിലേക്ക് മാറി. ഇത് ആദായകരമല്ല. ഇപ്പൊ കാര്യം പറയുന്നത് പച്ചയ്ക്ക് 100 രൂപയും ഉണക്കയ്ക്ക് ഒരു 370 മുതൽ 400 രൂപ വരെ വില കിട്ടുന്നുണ്ട്. പക്ഷെ അതും നമുക്കത് കൃത്യമായിട്ട് കിട്ടുമെന്ന് വിശ്വസിച്ച് ഈ കൃഷി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ കമ്പനിക്കാരൻ അത് 200 രൂപയ്ക്ക് ഉണക്കിന്റെ വിലയും 40 രൂപയ്ക്കും 30 രൂപയ്ക്ക് പച്ചയുടെ വിലയും കൊണ്ടുവരും. അത് പല പ്രാവശ്യം ആവർത്തിച്ചുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്കോയുടെ വിലയിൽ കൃഷിക്കാരന് യാതൊരു വിശ്വാസവും ഇല്ല. മാറിവരുന്ന കാലാവസ്ഥയ്ക്കൊപ്പം കുത്തക കമ്പനികളുടെ ചൂഷണവും സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയില്ലായ്മയും കൊക്കോ കർഷകരെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്നു. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.